കോട്ടക്കലിലെ ഗതാഗത കുരുക്കിന് ഒരു വലിയ രീതിയിൽ അറുതി വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പൂഴ്ത്തറ വളവ് നികത്തുന്നതിലൂടെ. അതിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ നാട്ടുകാർ മുഴുവൻ നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ഥല ഉടമ കുണ്ടിൽ അൻസാരിയോടാണ്. കാരണം നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു പ്രശ്നമായിരുന്നു, അത് ഇന്ന് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് വലിയൊരു രീതിയിൽ ഈ ഒരു ഗതാഗത കുരുക്ക് അഴിക്കുന്നതിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, CI, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, പിന്നെ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തികൾ എല്ലാവരും ഒത്തൊരുമിച്ച് അൻസാരിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വമേധയാ വിട്ടുവന്ന ഭൂമിയാണ് നമ്മളിപ്പം ഇന്നത് പ്രവർത്തന സജ്ജമാകുന്നത്. എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് നന്ദി അദ്ദേഹത്തോട് അർപ്പിക്കുന്നു. കോട്ടക്കൽക്കാരുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് സത്യത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്. കോട്ടക്കൽക്കാർ അനുഭവിച്ചു വന്നിരുന്ന ഒരു വലിയൊരു പ്രയാസത്തിനാണ് അൻസാരിയുടെ ഈ നല്ല മനസ്സിലൂടെ ഇന്ന് ഇവിടെ അതിനുള്ള ലക്ഷ്യം പൂർത്തിയാവുന്നത്. വലിയ സന്തോഷമുണ്ട്. എല്ലാ ആൾക്കാരും വലിയ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ആളുകൾ സ്വീപ്പാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വലിയ തോതിൽ വിദ്യാർത്ഥികളും എല്ലാവരും പ്രയാസപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട CI ഇതിന് നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. CIയെയും ഇതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നഗരസഭയും തക്ക സമയത്ത് തന്നെ ഉണർന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. വലിയ സന്തോഷമുണ്ട്. കോട്ടയക്കാരുടെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ മുന്നോട്ട് വന്ന അതിന് നല്ല മനസ്സ് കാണിച്ച അൻസാരിയെ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കോട്ടക്കലെ ടൗണിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതിന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈപ്പാസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം മുനിസിപ്പാലിറ്റിയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ബൈപ്പാസ് ഇവിടെയുണ്ട്. നമ്മൾ ബൈപ്പാസിൽ നിന്ന് കോട്ടക്കൽ ടൗൺ ടച്ച് ചെയ്യാതെ ഹൈവേയിലേക്ക് കടക്കാനുള്ള ഒരു വഴിയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സ്ഥല ഉടമ ഇവിടെ പൂഴ്ത്തറ വളവിലുള്ള അൻസാരി എന്ന മഹത് വ്യക്തി, ഇപ്പോൾ ഇവിടെ മഹത് വ്യക്തിയാണ്. നമ്മൾക്ക് ഈ നാടിന് മൊത്തം ഗുണകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഈ സ്ഥലം വിട്ടുതരാമെന്ന് മുനിസിപ്പാലിറ്റിയുടെ ഇവിടെ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യത്തിൽ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും എല്ലാവരും കൂട്ടായി കൊണ്ട് ഇദ്ദേഹത്തോട് ഇത് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഈ സ്ഥലം നമുക്ക് റോഡിനായിട്ട് സ്വമേധയാ വിട്ടു തന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി നമ്മുടെ കോട്ടക്കൽ ടൗണിലെ ട്രാഫിക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിന് വിട്ടു തന്ന അൻസാരിക്ക് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് കാലമായി നടക്കുന്ന ഈ കൺടെസ്റ്റ് ഒഴിവാക്കി തന്നെ അൻസാരിക്ക് ആദ്യമായി അഭിനന്ദനം അർപ്പിക്കുന്നു. അതേമാതിരി തന്നെ 2-3 കേസും കൂടി ഉണ്ട് ഇവിടെ എഡ്ജായിട്ട് നിൽക്കുന്നത്. അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ അടുത്ത ദിവസം വരും. അപ്പോൾ അവരോടും മുനിസിപ്പാലിറ്റി തലങ്ങളിൽ ഒരു ചർച്ച നടത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ അൻസാരിക്ക് കൊടുത്ത അതേമാതിരി തന്നെ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയാണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ തയ്യാറാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചർച്ചയ്ക്ക് മുനിസിപ്പാലിറ്റി തന്നെ ആവണം, അവർ വരും തീർച്ചയായും. കോട്ടക്കലിലൊരു വലിയ ട്രാഫിക് പ്രശ്നമാണ് ഇന്ന് പരിഹരിക്കപ്പെട്ടത്. ഒരാഴ്ച മുമ്പ് നമ്മളിവിടെ വന്ന് ഇതേ സ്ഥലത്ത് വെച്ച് ഇതുപോലെ നമ്മൾ ചില ചർച്ചകൾ നടക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായി അൻസാരി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇതിന് കോട്ടക്കലിലെ പോലീസ് CI സംഗീത് സാറ് മുൻകൈ എടുത്തു. അതിനൊപ്പം തന്നെ കോട്ടക്കലെ മുനിസിപ്പാലിറ്റി അധികൃതരും ചെയർപേഴ്സണും ഒപ്പം നിന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിർത്തിച്ചത്. കോട്ടയക്കാർക്ക് മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ, മലപ്പുറത്തേക്കൊക്കെ പോകുന്ന ഇതുവഴിയാണ് പലരും പോകുന്നത് ബൈപ്പാസിലേക്ക്. അതിൽ കടന്നു പോകുന്ന ആളുകൾക്ക് വരെ ഈ ട്രാഫിക് പ്രശ്നത്തിൽ പെടാതെ പോകാൻ കഴിയുന്നത് വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻസാരി വിട്ടുതരാൻ തയ്യാറായി. അൻസാരി വാക്കുപാലിച്ചു. അൻസാരി നേരത്തെ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ വിട്ടുതരും എന്നാണ് പറഞ്ഞത്. അത് പരിഹരിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ വിട്ടുവരാൻ തയ്യാറായി, വാക്കുപാലിച്ചു. അൻസാരി ഇതോടൊപ്പം അഭിനന്ദിക്കുന്നു. എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇത് 4 വർഷം മുന്നേ നടക്കേണ്ട പ്രൊജക്റ്റാണ്. 4 വർഷം മുന്നേ ഞാൻ പല ആളുകളെയും അറിയിച്ചതുമാണ്. കഴിഞ്ഞ 7/2024 ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രദേശത്തെ ഭൂമി വെച്ചിട്ട് എല്ലാ മാനദണ്ഡങ്ങളും വെച്ചിട്ട് ഞാൻ ഒരു പെർമിറ്റിന് അപേക്ഷ നൽകുകയും ആ പെർമിറ്റ് നിരാകരിക്കുകയും ചെയ്തു. അത് പ്രകാരം ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ സമീപത്താണ് CIയും ചെയർമാനും കൗൺസിലും എല്ലാവരും നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം ആ പെർമിറ്റ് അനുവദിച്ച് തരികയാണെങ്കിൽ
ഞാൻ 100% നിങ്ങളൊപ്പം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ളവരുടെ കൂടി സംസാരിച്ച് എല്ലാവരും കൂടി സംസാരിച്ച് റോഡ് പരിപൂർണ്ണമായിട്ട് വികസിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാവരുടെ സഹായ സഹകരണത്തിനും ഞാനും ഉണ്ടാവും, കൂടെ ഞാനും ഉണ്ടാവും. എല്ലാവരും സഹകരിക്കണം, നമുക്ക് നല്ല റോഡാക്കി മാറ്റാമെന്നും നല്ലൊരു ഭാഗം ആശംസിച്ചു. ഒരു പൊതുവികാരമായിരുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളത്. അത് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കാലം, അതായത് നമ്മൾ പല ചർച്ചകളും നടത്തി ഇതിൻ്റെ ഈ ഇവിടെ സ്ഥലം വിട്ടുകിട്ടുക എന്നുള്ള ഒരു നൂലാമാല ഇന്നിവിടെ ഒഴിവായിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഉടമസ്ഥൻ അൻസാരി ആയി എന്നുള്ളത് കൊണ്ട് ഈ കൂടിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിൻ്റെ ലീഡേഴ്സിനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ആളുകൾക്ക് ഒന്നുകൂടി എളുപ്പമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അൻസാരി ആകുമ്പോൾ ഒന്നുകൂടി ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷമാണ്, വലിയ സന്തോഷത്തോടു കൂടിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, മുനിസിപ്പാലിറ്റി, ബസ് ഓണേഴ്സിൻ്റെ ആളുകൾ, ഇവിടുത്തെ മറ്റുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൊതുവായ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കുണ്ടാവുന്ന വികസനത്തിനുണ്ടാവുന്ന ആ ഒരു മാറ്റം ഇവിടെ അതുകൂടി നമുക്കിവിടെ ഒരു കാണാൻ സാധിച്ചിരിക്കുക. എന്തായാലും വലിയൊരു സന്തോഷം ഇതിൽ പങ്കുചേരുകയാണ്. ഇവിടെ ഈ അൻസാരി കാണിച്ച ഈ ഒരു മാതൃക ഇവിടെ ഇനിയും 1-2 സ്ഥലങ്ങൾ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാതൃക ബാക്കിയുള്ളവർ കൂടി പിൻപറ്റി ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അതായത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മറ്റുള്ള ആളുകളുടെ കൂടെ നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അകമഴിഞ്ഞ സഹകരണം ഇതിനുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി മറ്റുള്ള ചർച്ചകളിലേക്ക് ഒന്നും പോവാതെ നമുക്ക് വികസനം ആണ് നമ്മൾ ആവശ്യം, അത് വെച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്.